മെക്കോങ് ഡെൽറ്റയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ ആ തോണി യാത്ര. ഇവിടെ തുഴക്കാരായിട്ട് നമുക്ക് അധികവും കിട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രായമായിട്ടുള്ള മനുഷ്യരെയാണ്. അപ്പോൾ വിയറ്റ്നാമീസ് അങ്ങനെയാണ്, അവർ ഏത് പ്രായത്തിലും എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സംസ്കാരമാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണെന്നുണ്ടെങ്കിലും ചൈനയോട് വളരെയധികം സമാനതകളുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. മെക്കോങ് ഡെൽറ്റ വിയറ്റ്നാമിൻ്റെ മാത്രം സ്വത്തല്ല. കംബോഡിയ, ചൈന, മ്യാൻമർ, ലാവോ, തായ്ലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിസ്തൃതമായിട്ടുള്ള ഡെൽറ്റ പ്രദേശമാണ്. ഏകദേശം ഒരു 39,000-40,500 സ്ക്വയർ കിലോമീറ്ററൊക്കെ വരും. ഇത് ഒരു ബയോളജിക്കൽ ട്രഷർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ബോട്ടുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രൈമറി ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ തന്നെ വിയറ്റ്നാമിലെ റൈസ് പ്രൊഡക്ഷൻ്റെ പകുതിയിലധികം ഈ ഒരു പ്രദേശത്തു നിന്നുമാണ്. ദ റൈസ് ബോൾ ഓഫ് വിയറ്റ്നാം എന്നുകൂടി മെക്കോങ് ഡെൽറ്റയെ വിളിക്കാറുണ്ട്. ആ തോണിയാത്ര ഒന്നുകൂടെ രസകരമാക്കാൻ ഇത്തരത്തിലുള്ള കോണിക്കൽ ഹാറ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാമിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാറ്റാണത്. ഇതിനെ അവർ നോൺ ലാ എന്നാണ് വിളിക്കുന്നത്. യുദ്ധങ്ങളുടെയും സംഭവ വികാസങ്ങളുടെ ഒരു വേദി കൂടിയായിരുന്നു ഈ ഡെൽറ്റ. അമേരിക്കക്കെതിരെ ഗറില്ല യുദ്ധം നടത്തിയ വിയറ്റ്നാമുകാർക്ക് സാധനങ്ങൾ നീക്കം നടത്താനായിട്ട് ഈ ഒരു ഡെൽറ്റ സഹായകമായി. നമ്മൾ കേട്ടിട്ടുള്ള ഓപ്പറേഷൻ വാർഡൻ, ഓപ്പറേഷൻ സീലോടൊക്കെ അരങ്ങേറിയത് ഇവിടെയാണ്. നിരവധി ബോംബാക്രമണങ്ങളും ഈ ഏജന്റ് ഓറഞ്ച് പോലെയുള്ള ടാക്ടിക്കൽ ഹെർബിസൈഡുകളുടെ യൂസും ഈ പ്രദേശത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. തോണിയാത്ര കഴിഞ്ഞ് ബോട്ടിൽ യാത്ര തുടങ്ങിയിടത്തേക്ക് തന്നെ നമ്മൾ തിരികെ എത്തി. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ അവസാനത്തെ ദിവസമാണ് ഞങ്ങളുടേത്. നാളെ ഞങ്ങൾ ധനാങ്ങിലേക്ക് യാത്രയാകുകയാണ്, സെൻട്രൽ വിയറ്റ്നാമിലേക്ക്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.